സ്ഫോടന ശബ്ദങ്ങൾക്ക് മുന്നോടിയായി കുപ്വാരയിൽ എയർ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ജമ്മുവും കുപ്വാരയും ബ്ലാക്കൌട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അമൃത്സറും ഇത്തരത്തിൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോണുകളെ പൂർണ്ണമായും വെടിവെച്ചിടാൻ സാധിച്ചു എന്നാണ് ലഭ്യമായ വിവരം. ഉയർന്ന ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ ബോംബിംഗ്, ഷെല്ലിംഗ്, മിസൈൽ സ്ട്രൈക്കിംഗ് എന്നിവയുടേതാകാമെന്നാണ് സൂചന. എന്തായാലും ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഡ്രോണാക്രമണം നടത്തിയതെന്നാണ് വിവരം. പാകിസ്ഥാൻ അയച്ച 8 മിസൈലുകളും വെടിവെച്ചിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കുപ്വാരയിലാണ് ഷെല്ലാക്രമണം റിപ്പോർട്ട് ചെയ്തത്. ജമ്മുകാശ്മീരിന് പുറമെ പഞ്ചാബിലും വ്യോമാക്രമണ ശ്രമമുണ്ടായി. ജമ്മുവിന് പുറമെ പഞ്ചാബിലും രാജസ്ഥാനിലും വ്യോമാക്രമണ മുന്നറിയിപ്പും ബ്ലാക്കൌട്ടും ഉണ്ടായി. എന്തായാലും അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമം സൈന്യം തകർത്തെറിഞ്ഞു. 50ഓളം ഡ്രോണുകളാണ് തകർത്തത്. റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഉപയോഗിച്ച് 8 പാക് മിസൈലുകളും തകർത്തെറിഞ്ഞിട്ടുണ്ട്. ജമ്മുവിൽ മൊബൈൽ ഫോണും സേവനം തടസ്സപ്പെട്ടു. ജമ്മുകാശ്മീരിന് പുറമെ പഞ്ചാബിലെ ഗുർദാസ്പൂരിലും പഠാൻകോട്ടിലും രാജസ്ഥാന്റെ അതിർത്തി മേഖലകളിലും വിളക്കുകൾ അണച്ചിട്ടുണ്ട്. കശ്മീരിലും പഞ്ചാബിലും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ആക്രമണം നടത്തിയേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതീവ ജാഗ്രതയാണ് ഉള്ളത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉധംപൂർ, ജമ്മു, അഖ്നൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാന്റെ വൻതോതിൽ ഡ്രോണുകൾ എത്തിയത്. ഇവയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട്. എല്ലാ ലൈറ്റുകളും അണയ്ക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനങ്ങളടക്കം പാർക്ക് ചെയ്ത് ലൈറ്റുകൾ ഓഫ് ആക്കണം, പരിഭ്രാന്തരാകരുതെന്നും മുൻകരുതലെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണ ശ്രമം നടത്തിയെന്ന് ഇന്ത്യ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണ ശ്രമം ഉണ്ടായി. എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ പിഴുതെറിഞ്ഞു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത്. തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത്. ഇന്ന് രാവിലത്തെ മറുപടിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇന്ന് രാത്രിയോടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംവിധാനങ്ങളെല്ലാം ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനവും വെടിവെച്ചിട്ടിരിക്കുകയാണ് ഇന്ത്യ. US-ൽ നിന്ന് വാങ്ങിയ F-16 വിമാനമാണ് ഒടുവിൽ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേന സജ്ജമാണ്. എല്ലാ രീതിയിലും അതിക്രമത്തെ തടയാൻ തന്നെയാണ് ഇന്ത്യൻ സേന തീരുമാനിച്ചിരിക്കുന്നത്.